ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഗൂഗിൾ നമുക്കറിയാം ഓരോ ദിവസവും ഓരോ പുതിയ അടിപൊളി അപ്ഡേറ്റുകളാണ് കൊണ്ടുവരുന്നത്. ഗൂഗിൾ കൊണ്ടുവരുന്ന എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഗൂഗിളിൻ്റെ ആപ്പുകളായ ഗൂഗിൾ ക്രോം, മെസ്സേജസ്, അതേപോലെ തന്നെ കോണ്ടാക്ട്സ്, ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ നോട്ട്സ്, കലണ്ടർ എക്സെട്ര ഗൂഗിളിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുക കൂടി ചെയ്താൽ നമുക്ക് ഗൂഗിൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് വളരെ നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ജസ്റ്റ് വീഡിയോ ഇവിടെ നിങ്ങൾക്കറിയാം. വീഡിയോ നമ്മളിങ്ങനെ ജസ്റ്റ് പ്ലേ ചെയ്യിക്കുന്നു. അതിന് ശേഷം നമ്മളോട് ജസ്റ്റ് ആ വീഡിയോനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് മുൻപ് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കാണാം, ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഫിംഗർ കൊണ്ട് ഇങ്ങനെ നമ്മളുടെ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ രീതിയിൽ നമുക്കറിയാം അതിൽ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഫ്ലോട്ടിംഗ് വിൻഡോൻ്റെ ഒരു ഈ എയറോ കൂടെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അത് സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് നമ്മളുടെ ഫോൺ നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, ഏത് വീഡിയോ വേണമെങ്കിലും. അപ്പോൾ നിങ്ങളത് അധികം ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ട് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം അത് നമുക്കത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ള മൾട്ടിപ്പിൾ ടാബിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മുകളിൽ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 6 നമ്പർ കാണാം. നിങ്ങൾക്ക് എത്ര ടാബ് ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് എത്രയാണ് നമ്പർ എന്ന് നിങ്ങൾക്കിവിടെ കാണിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചിലവരുടെ ചിലപ്പോൾ 100, 200, 300, ചിലവരുടെ 1000 ടാബൊക്കെ ഇങ്ങനെ ന്യൂ ടാബായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് നമ്മുടെ ഫോണിന് ഭയങ്കര വൃത്തികേടാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടി നമുക്കൊരു ജസ്റ്റ് ഒരു ടാബിൽ ഇങ്ങനെ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ടാബിലേക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കളർ ഏതാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം അടുത്ത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ 3 ഡോട്ട് ലൈനും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഗ്രൂപ്പ് എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അൺഗ്രൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അൺഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയതായി വന്നിട്ടുള്ളത് നമ്മൾ ഈ ജിമെയിൽ ID ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത എല്ലാ ഡിവൈസിൽ നിന്നും നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു പുതിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഗൂഗിൾ ക്രോം കൊണ്ടുവന്നിട്ടുള്ളത്. മുൻപ് അതിലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആ 10 എന്നുള്ള ആ നമ്പറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു 4 കള്ളി കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്ത എല്ലാ ടാബുകളും നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റുകൾ മുൻപ് സന്ദർശിച്ചത് നമുക്കിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് പോയിട്ട് അത് നമുക്ക് വളരെയധികം പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ആ ഗ്രൂപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദിസ് വിൽ ഡിലീറ്റ് ദ ഗ്രൂപ്പ് ഫ്രം ഓൾ ഡിവൈസ് സൈൻഡ് ഇൻ ടു നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട്. നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത എല്ലാ ഡിവൈസിൽ നിന്ന് ഈ ഡിലീറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിൽ നിന്ന് കൂടെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ഗ്രൂപ്പ്. അപ്പോൾ ഇത് മുൻപില്ലായിരുന്നു, ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ കലണ്ടറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് ആ 3 ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് വരുമ്പോൾ കൂടെ കാണാം നമുക്ക് എത്ര ജിമെയിൽ ID ഉണ്ടോ അതൊക്കെ ഇവിടെ സൈൻ ഇൻ ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെറ്റിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അതിനുശേഷം നമുക്ക് ജനറൽ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷെയർ ഗൂഗിൾ കലണ്ടർ ഡാറ്റ വിത്ത് അതർ ആപ്സ്. അപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും നമ്മളുടെ ഗൂഗിൾ കലണ്ടറിലെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക്. അപ്പോൾ ഇത് ഇവിടെ ഡീഫോൾട്ടായിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ
ഇവിടെ അലോ ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ കലണ്ടറിലെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡാറ്റകളും കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യപ്പെടാതിരിക്കാൻ നമ്മളിവിടെ ജസ്റ്റ് അത് ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ മെസ്സേജസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം ഗൂഗിൾ മെസ്സേജസ് ഓരോ ദിവസവും ഓരോ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്കിന്ന് ജസ്റ്റ് നോക്കുന്നത് നമ്മളുടെ സെൽഫി തന്നെ നമുക്ക് ജിഫായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. പുതിയ അപ്ഡേറ്റാണ് നോക്കുന്നത്. അതിന് വേണ്ടി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള നമുക്ക് ആ പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഏറ്റവും താഴെ സെൽഫി ജിഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ മേൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1 2 3 എന്നുള്ളൊരു സമയം നമുക്ക് കിട്ടുമായിരുന്നുള്ള മുൻപ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റെഡ് റൗണ്ട് വരുന്നത് കാണാം. അപ്പോൾ റെഡ് വരുന്ന സമയം കൊണ്ട് തന്നെ ആ ഐക്കൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് പോസ് കൊടുക്കാനായിട്ട് സാധിക്കും. മുൻപ് അതില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ 1 2 3 തന്നെ നമുക്കത് സെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു റൗണ്ട്, അതായത് ആ റെഡ് റൗണ്ട് വരുന്നതിനുള്ളിൽ തന്നെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് പോസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഫോണുകളിൽ മുൻപ് നമ്മൾ മറ്റൊരു ഫോണിലേക്ക് നമ്മുടെ ഫയലുകൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റൻഡറാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഗൂഗിൾ ഇപ്പോൾ നമുക്ക് അതിന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ക്വിക്ക് ഷെയർ എന്നാണ് അതിനെ പറയുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലായിട്ട് ഞാനിവിടെ ക്വിക്ക് ഷെയർ യുവർ ഡിവൈസ് എന്നുള്ള ഭാഗം കാണാം. റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ വരുമ്പോൾ നമുക്കിവിടെ യൂസ് മൊബൈൽ ഡാറ്റ കണ്ടിന്യൂ ഷെയറിംഗ് ഇഫ് യുവർ ഡിവൈസ് കാണ്ട് കണക്ട് ഓവർ വൈഫൈ ഡാറ്റ ചാർജസ് മേ ബി അപ്ലൈ. നമുക്കിപ്പോൾ വൈഫൈയിൽ നമ്മളുടെ, അതായത് റൂട്ടറിൽ നമ്മളുടെ ഫോൺ കണക്ട് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ക്വിക്ക് ഷെയർ ഉപയോഗിച്ച് നമ്മളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫയലുകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ ഇവർ സൈലൻ്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളിതിൽ ജസ്റ്റ് നോക്കുക പോലുമില്ല ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുകയും കൂടിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ നമ്മൾ കാണിച്ചത്. അപ്പോൾ വളരെ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.